ഹലോ ഗായ്സ്, നിങ്ങളീ കാണുന്നതാണ് സായി ജയലക്ഷ്മി VS. എൻ്റെ ചിറ്റയുടെ മോളാണേ. ഞങ്ങൾ രണ്ടാളും കൂടെ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച 2 സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആൾ ആകെ ഒരു 20 മാങ്ങയെ താഴെയൊക്കെ തരാറുള്ളൂ, പക്ഷെ തരുന്നത് ഒരു 1.5 ആയിരിക്കും കേട്ടോ. ഇപ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് കാച്ചിട്ടുണ്ട്. അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ കുറച്ച് മണ്ണിലോട്ടും പച്ചപ്പിലോട്ടും അങ്ങ് തിരിയാന്നോർത്തു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു നഴ്സറി വന്നപ്പോഴത്തേക്കും ആദ്യമായിട്ട് കാണുക കേട്ടോ ചുരുണ്ട ഇലയുള്ള മണി പ്ലാന്റ്. വേറെയും ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് അവിടെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാം വാങ്ങാനൊക്കെ തോന്നും. അങ്ങനെ ദേ അവിടുത്തെ ചേച്ചി വന്ന് നമുക്ക് വേണ്ട നമ്മുടെ ആളെ എടുത്ത് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് അതിനിടാനുള്ള അടിവളവും കാര്യങ്ങളും കൂടെ വാങ്ങി നിൽക്കുമ്പോഴാണ് അവരുടെ ഫാമിൽ നിന്ന് വേറെ ഒരു സപ്പോർട്ടയുടെ തൈ കൊണ്ടുവന്ന് നമ്മളെ കാണിക്കണത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അത് മതിയെന്നും പറഞ്ഞ് എടുത്തു കേട്ടോ. ആളങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ നേരെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ കടയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എവിടെ കൊണ്ടു വെക്കാനാണെന്നാണ് ഈ ചോദിക്കണത്. അങ്ങനെ ആളെ നമ്മൾ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിച്ചു കേട്ടോ. ഇതിൽ ഓൾറെഡി കുറേ സപ്പോർട്ട് ഉണ്ടായി വന്നതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യത്തെ തൈ മാറ്റി ഈ സപ്പോർട്ട് എടുത്തത്. നോക്കുമ്പോൾ ഇത് നമ്മുടെ സായുവിൻ്റെ അത്രയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. 450 രൂപ ഉണ്ടായിരുന്നു ഏകദേശം. പിന്നെ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ 2 സാധനങ്ങളിൽ ഒന്ന് മാത്രമേ കിട്ടി ബോധിച്ചുള്ളൂ. നമ്മുടെ ഒരു റോസ് കളറിലുള്ള ഒരു കുഞ്ഞ് ചാമ്പക്കയുടെ തൈ ആദ്യം പോയ നഴ്സറിയിൽ ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പിന്നെ തൃപ്പൂണിത്തുറ അടുത്തുള്ള ഒരു നഴ്സറിയിലോട്ട് പോയിട്ടോ. അങ്ങനെ അത് വാങ്ങി വന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ജിബി ചേട്ടൻ്റെ സൈബർ പാലസിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കൂടെ പോരുന്നുണ്ടോടാന്ന് ചോദിച്ചതും ട്യൂഷൻ ടൈമിന് മുന്നേ തന്നെ ആദ്യം ഞങ്ങളുടെ കൂടെ പോകുന്നു കേട്ടോ. ബാഗൊക്കെ അങ്ങ് പുറകെ വന്നോളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ വരുന്ന വഴിക്ക് എപ്പോഴും ഞാൻ ഒരു ഫാമിലി ബൺ മസ്കര ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് കാണാറുണ്ട് കേട്ടോ. ഇന്ന് ഇവൻ ഉള്ളതുകൊണ്ട് അങ്ങനെ അതും വാങ്ങി ട്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വാങ്ങിയ അടുത്ത തൈയും കാണിക്കാനായിട്ട് അമ്മയുടെ കടയിലോട്ട് തന്നെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഒരു ഗുരുകുല സമ്പ്രദായം അനുസരിച്ച് പിന്നീട് നടന്നത് ആദ്യം ചെടി നടാൻ പ്രാപ്തനാക്കുന്ന ഒരു ചടങ്ങായിരുന്നു. നമ്മൾ ആക്ച്വലി നമ്മുടെ വീട്ടിൽ ഫ്രണ്ടിൽ മദറിൽ വെച്ചേക്കുന്ന മണി പ്ലാന്റ് ഒന്ന് റീപ്ലാന്റ് ചെയ്ത് സെറ്റാക്കാനായിട്ട് പുതിയ 2 ചട്ടിയും കൂടെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ചെടിയുടെ പാർട്സൊക്കെ നമ്മൾ അതിൽ നിന്ന് തന്നെ കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഗ്രീൻ കളറിലെ മണി പ്ലാന്റും ഉണ്ട്, വൈറ്റ് കളറിൽ മിക്സഡ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ നട്ടെടുക്കുമ്പോഴത്തേക്കും ആദ്യം സായും കൂടി ഇവിടെ കേക്ക് ഉണ്ടാക്കി മുറിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്ന വേറെ 2 പോട്ട്സ് കൂടെ ഞാൻ അതിൻ്റെ ഒപ്പം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിനുള്ള വെയിലൊക്കെ കിട്ടുന്ന രീതിക്ക് ഒരേപോലെ വെയിൽ കിട്ടുന്ന രീതിക്ക് 4 പോട്ട്സും മാറ്റി വെച്ചപ്പോഴത്തേക്കും 6:30 ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാക്കി ട്യൂഷൻ പിള്ളേരും വന്നു കേട്ടോ. പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് ആദ്യം തിരിച്ചാക്കാനുള്ള ഡ്യൂട്ടിയിൽ നിന്ന് എനിക്കായിരുന്നു.